സംസ്ഥാനത്ത് മദ്യനിർമ്മാണം വർദ്ധിപ്പിക്കണമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. പ്രാദേശികമായി വരുന്ന എതിർപ്പുകൾ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മദ്യനയം 5 വർഷത്തേക്കാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. നിലവിൽ ഓരോ വർഷത്തിനുമായാണ് മദ്യനയം രൂപീകരിക്കുന്നത്. ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാൽ വ്യവസായികൾ കേരളത്തിൽ വരാൻ മടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മദ്യനയം നമ്മൾ ഓരോ വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത്. ഓരോ വർഷത്തേക്ക് മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു വിമർശനം, പരാതി, അതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപകർ മുതിരാത്ത ഒരു സാഹചര്യം വരും. അത് പരിഹരിക്കാൻ 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുക. സാജിദ് അജ്മൽ വിവരവുമായി ചേരുന്നു. സാജിദ്, ഈ 1 വർഷത്തെ മദ്യനയം വലിയ അഴിമതിക്ക് വഴിവെക്കുന്ന ഒന്നുകൂടിയാണ് എന്ന വിമർശനം വ്യാപകമായുണ്ട്. ഇപ്പോൾ ഇത് 5 വർഷത്തേക്കാക്കി മാറ്റുന്നു. അതൊരു നിർദ്ദേശമായി വരുന്നതാണോ, അതല്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ സർക്കാർ? അജിംസ്, നിലവിൽ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രപ്പോസൽ ഈ മന്ത്രി മുന്നോട്ട് വെക്കുകയും അത് ഇന്ന് പാലക്കാട് വെച്ച് എക്സൈസിന്റെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അത് എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ അടക്കമുള്ള എക്സൈസിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവിധ മേഖലയിലുള്ള ആളുകളുമുണ്ട്. അവർക്ക് മുൻപിൽ ആദ്യമായി ഒരു ഇത് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ഇനി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഓരോ വർഷവുമാണ് മദ്യനയം ഈ പ്രഖ്യാപിക്കുന്നത്. അത് ഉള്ള ഏക തടസ്സമായി മന്ത്രി പറയുന്നത്, മദ്യ വ്യവസായികൾ ഇവിടെ കേരളത്തിലേക്ക് വ്യവസായം തുടങ്ങാൻ വരാത്തതിന് കാരണം ഓരോ വർഷവും മദ്യനയം ഈ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുമോ എന്ന ഭയത്താലാണ്. അതുകൊണ്ട് 5 വർഷത്തിന് മദ്യനയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ നിരവധി മദ്യ വ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സ്പിരിറ്റ് ഉൽപാദനം തുടങ്ങും എന്നുള്ളതാണ്. അതായത് സ്പിരിറ്റ് നിർമ്മാണം ഇപ്പോൾ 9 ഡിസ്റ്റിലറികൾ ഉണ്ടെങ്കിൽ കൂടി സംസ്ഥാനത്തില്ല. അതിന് തടസ്സമായി പലപ്പോഴും വെള്ളത്തിന്റെ ലഭ്യതയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കേരളത്തിന്റെ അത്ര പോലും വെള്ളമില്ല. എന്നാൽ സ്പിരിറ്റ് ഉൽപാദനം വളരെ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് ആരും ആ രീതിയിലുള്ള വാദങ്ങൾ പറഞ്ഞിങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, തദ്ദേശീയമായി തന്നെ മദ്യോൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അത് വിദേശത്തേക്കുൾപ്പെടെ കേരളത്തിൽ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാവുന്ന തരത്തിൽ മദ്യോൽപാദനം വർദ്ധിപ്പിക്കും. ഇതിന് ചില സ്ഥാപിത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകും. അത്തരം വിവാദങ്ങളും എതിർപ്പും ഭയന്നുകൊണ്ട് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. ഇത് മദ്യവർജനം എന്നുള്ളതാണ് LDFന്റെ മദ്യനയം. എന്നാൽ മദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്നും സ്പിരിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്നും ഈ അഴിമതിക്ക് തന്നെ സാധ്യതയാകാവുന്ന തരത്തിൽ 5 വർഷത്തിന് ഈ മദ്യനയം രൂപീകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണെന്ന് എക്സൈസ് മന്ത്രി സെമിനാറിൽ പറഞ്ഞത്. അത് ഈ സ്വാഭാവികമായും നടപ്പിലാക്കാൻ തന്നെയുള്ള ഒരു ആലോചനയിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അജിംസ്, ശരി സാജി.